അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പുതിയ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ താറാവ് കറിയാണ്. നമുക്കിവിടെ അങ്ങനെ താറാവ് കിട്ടാറില്ല. ഇന്ന് കിട്ടിയപ്പോൾ ഒരാഘോഷമാക്കിയേക്കാം എന്ന് കരുതി. പപ്പായാണ് ഞങ്ങളുടെ ഇന്നത്തെ താരം. പപ്പ ഒരു കുട്ടനാട്ടുകാരനായതുകൊണ്ട് തന്നെ പാചകത്തോടൊപ്പം തന്നെ പണ്ട് താറാവ് കൃഷി ഉണ്ടായിരുന്നതും വീട്ടിലെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊടി തെറ്റി എടുത്തുകൊണ്ടിരുന്നു. ഞങ്ങളുടെ പാചകം ഞങ്ങളെല്ലാവരും ചേർന്നിട്ടുള്ളതാണ്. ഇമക്കുട്ടൻ വരെ അതിനകത്തൊരു ഭാഗമാകാറുണ്ട്. പപ്പയുടെ പാചകത്തോടൊപ്പം താറാവ് മുറിക്കുന്നതിനും വൃത്തിയാക്കുന്നതിനും അമ്മയും കൂടെ ചേർന്നു. താറാവ് കോഴിയെ വാങ്ങുന്ന പോലെ തൂക്കം നോക്കിയല്ല നമുക്ക് കിട്ടാറുള്ളത്, എണ്ണം അനുസരിച്ചാണ് വില. നമ്മളൊരു താറാവിനെയാണ് വാങ്ങിയത്. അത് ഏകദേശം 1.5 കിലോ കാണും. അത് നാടൻ താറാവാണ്. ആദ്യം ഒരു വട്ടം ഇറച്ചി നന്നായി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അത് വെട്ടി നുറുക്കിയെടുത്തതിന് ശേഷം വിനാഗിരിയും ഉപ്പും ചേർത്ത് തിരുമ്മി കഴുകണം. എന്തെങ്കിലും ഉളുമ്പുമണം ഉണ്ടെങ്കിൽ അത് പോകുന്നതിനാണ് അങ്ങനെ കഴുകുന്നത്. പപ്പ തന്നെയാണ് ഇറച്ചി വെട്ടി കറിക്കുള്ള കഷ്ണങ്ങളാക്കുന്നത്. പപ്പ നുറുക്കുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായാണ് നുറുക്കാറുള്ളത്. അത് കോഴിയായാലും അങ്ങനെയാണ്. അതാണ് പടിഞ്ഞാറൻ സ്റ്റൈൽ എന്നാണ് പപ്പ പറയാറുള്ളത്. ഇപ്പോൾ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് നുറുക്കുന്ന പരിപാടികളൊക്കെ കുറവാണ്. സാധാരണയായി കോഴിയിറച്ചിയൊക്കെ കടയിൽ തന്നെ നുറുക്കി നൽകുകയാണ് പതിവ്. ബിരിയാണി പീസ്, കറി പീസ്, അങ്ങനെ പല വെറൈറ്റി പീസുകളിൽ. അപ്പോൾ നമ്മുടെ താറാവ് കുട്ടൻ കറിയാകാൻ തയ്യാറായി കഴിഞ്ഞു. നമ്മൾ ഇന്ന് ഉരുളിയിലാണ് കറി വയ്ക്കുന്നത്. കുക്കറിലാണ് വയ്ക്കുന്നതെങ്കിൽ ഒരു 3 വിസിൽ അടുപ്പിച്ച് ഒരു 20 മിനിറ്റോളം കുക്കറിൽ തന്നെ വേഗം വയ്ക്കണം. നാടൻ താറാവിന് നല്ല വേവുള്ള ഇറച്ചിയാണ്. നമ്മൾ ഉരുളി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അത് ചൂടായപ്പോൾ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പിടിക്കാനായിട്ട് കടല ഉപ്പ് അതിൻ്റെ അകത്ത് ഇടും. പപ്പയും ആ പഴയ നാടൻ വൈബി പിടിച്ച് തന്നെയാണ് കുക്കിംഗ് എല്ലാം ചെയ്തത്. പാചകം ചെയ്യുമ്പോൾ വാചകം പാടില്ല എന്ന പഴമൊഴി ഓർത്തു പപ്പ അത്യാവശ്യം വേണ്ട കാര്യങ്ങളും ചെറിയ നിർദ്ദേശങ്ങൾ മാത്രം ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നു. നമ്മളിവിടെ 3 സവാള, ഒരു കഷ്ണം ഇഞ്ചി, ഏകദേശം 10 അല്ലി വെളുത്തുള്ളി എന്നിവ അരിഞ്ഞ് ഉരുളിയിലിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം കായം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായി ഒന്ന് വഴന്നു വരുന്നവരെ ഇളക്കി കൊടുക്കണം. ഇതെല്ലാം നല്ലപോലെ വഴന്ന ശേഷം ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കുന്നുണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 4 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല. ഇവയെല്ലാം കൂടെ നന്നായി ഇളക്കി മസാല ചൂടാകുമ്പോൾ നമ്മുടെ താറാവിനെ അതിലേക്ക് ചാടിച്ചു കൊടുക്കാം. ശരിക്ക് പറ്റിച്ചെടുത്ത് വേവിച്ച് പറ്റിച്ച് ഇതുപോലെ കുഴച്ചിങ്ങനെ സർവം പോലെ എടുക്കാൻ നെയ്യ് തിളങ്ങി കഴിയുമ്പോൾ കോത്തി എടുത്ത് കഴിയുമ്പോൾ തിന്നാൻ നല്ല ടേസ്റ്റാണ്. കോഴിയുടെ കൂട്ട് ചാറിടാതെ അവസാനം ഇതുപോലെ ഇരിക്കണം എന്തെങ്കിലും. കോഴിക്കൊന്നും നീ താറാക്കിടാം നെയ്യാ. അവസാനം പറ്റി കഴിയുമ്പോൾ ഇതുപോലെ എടുക്കാൻ നെയ്ക്കകത്ത് ഇങ്ങനെ പെരണ്ട് കിടക്കും സാധനം. നാടൻ താറാവായതുകൊണ്ട് തന്നെ അതിലെ നെയ്യെല്ലാം ഇറങ്ങി മസാലയിൽ കിടന്ന് ഇറച്ചി നന്നായി വഴന്നു വരും.
അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. നല്ല വേവുള്ള ഇറച്ചി ആയതിനാൽ ബാക്കി സമയം വിറകടുപ്പിൽ വെച്ചാണ് നമ്മൾ കറി പൂർത്തിയാക്കുന്നത്. അങ്ങനെ നമ്മൾ കാത്തുകാത്തിരുന്ന ക്രിസ്മസ് സ്പെഷ്യൽ നാടൻ താറാവ് കറി തയ്യാറായിരിക്കുകയാണ്. പാലപ്പത്തിനും ചപ്പാത്തിക്കും വെള്ളയപ്പത്തിനും ചോറിനും ഒക്കെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന രുചിയും സ്നേഹവും നിറഞ്ഞ ഒരു കറി. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്.